ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. വിശ്വപ്രപഞ്ചത്തിൻ്റെ നാഥനായ ഗുരുവായൂർ പുരേശൻ വാഴുന്ന ഉണ്ണിക്കണ്ണൻ്റെ ശ്രീലകത്ത് ഇന്ന് ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും വേലിയേറ്റം നടന്നതാണ്. ഭക്തമനസ്സുകളിലേക്ക് കാരുണ്യവർഷം ചൊരിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി വിളങ്ങുന്ന ആ ത്രിരൂപം ദർശിക്കുന്നത് തന്നെ ജന്മസാഫല്യമാണ്. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാന് ചാർത്തിയിരിക്കുന്ന കളഭാലങ്കാരം ഒന്ന് വേറെ തന്നെയാണ്. കൺകുളിർക്കെ തൊഴാൻ മാത്രം അതീവ ഹൃദ്യവും ചൈതന്യവത്തുമായ ഒരു രൂപം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നോക്കി നോക്കൂ. സംസാര സാഗരമാകുന്ന മഹാവിപത്തിൽ നിന്നും ഭക്തനെ കരകയറ്റുന്ന ആ പാതാരവിന്ദങ്ങളിൽ സ്വർണത്തിൻ്റെ തിളക്കമാർന്ന പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ശരണാഗതരായ ഭക്തർക്ക് അഭയമേകുന്ന ആ തൃപ്പാദങ്ങളെ സ്വർണത്തളകൾ മുത്തമിടുന്നുണ്ട് എന്ന് പറയാം. അരയിൽ ചാർത്തിയിരിക്കുന്നത് കസവു തുന്നിയ മഞ്ഞപ്പട്ടാണ്. പീതാംബരധാരിയായ കണ്ണൻ്റെ ആ മഞ്ഞപ്പട്ട് മായയെ അതിജീവിച്ച് ജ്ഞാനത്തിൻ്റെ പ്രകാശം ഭക്തനിലേക്ക് പകരുന്നതിൻ്റെ പ്രതീകമാണ്. കളഭത്തിൻ്റെ പ്രകൃതിദത്തമായ ആ മഞ്ഞ നിറത്തിന് മുകളിൽ കസവ് കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യ ശരീരം സ്വയം പ്രകാശിക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. അരഞ്ഞാണത്തിൽ തിളങ്ങുന്ന കിങ്ങിണിയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. കണ്ണൻ്റെ മാറിലേക്കും കഴുത്തിലേക്കും നോക്കി നോക്കൂ. അവിടെ പരമ്പരാഗത ശൈലിയിലുള്ള സുന്ദരമായ മുല്ലമൊട്ടുമാലയും മാങ്ങാമാലയും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ കഴുത്തിനോട് ഒട്ടി നിൽക്കുന്ന വളയം പോലുള്ള ഹാരങ്ങളും ഉണ്ട്. ഭഗവാന്റെ കഴുത്തിൽ പൂമാലകളുണ്ട്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്ന പൂമാലകൾ. ജീവാത്മാക്കള് പരമാത്മാവിലേക്ക് അർപ്പിക്കുന്ന ഭക്തിയുടെ പരിമളമാണ് കണ്ണൻ്റെ മാറിലെ ഹാരങ്ങൾ. കൈകളിൽ തിളങ്ങുന്ന കൈവളകളും തോളുകളിൽ തോൾവളകളും ഭഗവാന്റെ രക്ഷാഹസ്തങ്ങളുടെ ശക്തിയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് വിരാജിക്കുന്നത് വെറുമൊരു ഗോപാലബാലനായിട്ടൊന്നുമല്ല, മറിച്ച് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ചതുർബാഹു മഹാവിഷ്ണു രൂപത്തിലാണ്. സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ അധിപനായ നാരായണൻ 4 കൈകളോടുകൂടെ ഭക്തരെ അനുഗ്രഹിച്ചിങ്ങനെ നിൽക്കുകയാണ്. മേലെയുള്ള 2 കൈകളിൽ സ്വർണത്തിൽ തീർത്ത ശംഖും ചക്രവും വിളങ്ങുന്നുണ്ട്. ശംഖ് എന്ന് പറയുന്നത് പ്രപഞ്ചോൽപത്തിയുടെ നാദത്തെയും, അതായത് ഓംകാരത്തെയും, ചക്രം കാലചക്രത്തെയും, അധർമ്മത്തിനെതിരെയുള്ള സുദർശന ശക്തിനെ അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാലോ താഴെയുള്ള 2 കൈകളും നോക്കൂ. ഭഗവാൻ സ്വർണ്ണ താമര പൂക്കളാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. സാധാരണ കാണുന്ന ആയുധങ്ങൾക്ക് പകരം 2 താമരപ്പൂക്കൾ, അതായത് സ്വർണ്ണ കമലങ്ങളാണ് ഭഗവാന്റെ കൈകളിലുള്ളത്. ഭക്തരിലേക്ക് ശാന്തിയും ഐശ്വര്യവും സൗന്ദര്യവും മാത്രമേ ഞാൻ ചൊരിയുള്ളൂ എന്ന ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഉദാത്തമായ പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു സ്വർണ്ണ കമലങ്ങളേന്തി ഉള്ള നിൽപ്പ്. ഇനി ഭഗവാന്റെ തിരുമുഖത്തേക്ക് നോക്കി നോക്കൂ. നെറ്റിത്തടങ്ങളിൽ ചന്ദനത്തോടൊപ്പം തിളക്കുന്ന സ്വർണ്ണഗോപിയുണ്ട്. കാതുകളിൽ ശോഭിക്കുന്ന ചെവിപ്പൂക്കളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ചു കളയാൻ പോകുന്ന സുന്ദരമായ മന്ദഹാസമുണ്ട്. അത് ആ ചുണ്ടുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ശിരസിൽ പ്രൗഢിയോടെ പ്രകാശിക്കുന്ന പൊൻകിരീടമുണ്ട്. കിരീടത്തിന് മുകളിലായിട്ട് വെളുത്ത നന്ദ്യാർ പൂക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച 2 തിരുമുടിമാലകൾ ചാർത്തിയിരിക്കുന്നു. വെണ്മയാർന്ന ഈ പുഷ്പങ്ങൾ ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ശുദ്ധമായ സാത്വിക ഭക്തിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭഗവാന്റെ തിരുമാറിലൂടെ പാദങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു പുഷ്പഹാരാവലി തന്നെയുണ്ട്. ഒന്നാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് കഴുത്തിൽ നിന്ന് തുടങ്ങി താഴേക്ക് പോകും തോറും തുളസിയും തെച്ചിയും ഇടകലർന്ന് ഇങ്ങനെ വരുന്ന പോലെയാണ് കോർത്തിട്ടുള്ളത്. മധ്യഭാഗത്തെത്തുമ്പോൾ തെച്ചിപ്പൂക്കളുടെ ചുവപ്പ് മാത്രമായിട്ടും ഒടുവിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെത്തുമ്പോൾ അത് പൂർണ്ണമായും ഹരിതാഭമായ തുളസിപ്പൂക്കളായിട്ട് മാറുകയാണ്.
ചുവന്ന തെച്ചിപ്പൂക്കൾ ജീവാത്മാവിൻ്റെ തീവ്രമായ കാമനകളെയും അനുരാഗത്തെയും സൂചിപ്പിക്കുമ്പോൾ തുളസി പാദങ്ങളിലെ പൂർണ്ണമായ സമർപ്പണത്തെയും മോക്ഷത്തെയുമാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് പൂർണ്ണമായും വെളുത്ത പൂക്കൾ കൊണ്ട്, അതായത് നന്ദ്യാർവട്ട പൂക്കൾ മാത്രം കോർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഭഗവാന്റെ നിർമ്മലമായ കീർത്തിയെയാണ് പ്രകീർത്തിക്കുന്നത്. ഇതൊക്കെ കൂടാതെ ഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിലായിട്ട് വിധാനമായിട്ട് 5 ഉണ്ടമാലകൾ തൂക്കിയിട്ടുണ്ട്. താമരയും തുളസിയും വെളുത്ത പൂക്കളും തുളസിയും തെച്ചിയും കൊണ്ട് ഇങ്ങനെ അതീവ ചാരുതയോടെ ഒരുക്കിയ 5 മാലകളാണ് ശ്രീലകത്തെ ഒരു ദിവ്യവനമാക്കി മാറ്റുകയാണ്. എൻ്റെ ഗുരുവായൂരപ്പ ശംഖചക്ര ഗദാധാരിയായി താമരപ്പൂക്കളെ കൈകളിലേന്തി തിരുമുടിമാലകളുടെ സുഗന്ധത്തിൽ കുളിച്ചു നിൽക്കുന്ന അങ്ങയുടെ ഈ രൂപം മനക്കണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് എന്നും ഉള്ളിലുണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നല്ലാതെ ഈ കലിയുഗത്തിൽ മനുഷ്യന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം ഏതുമില്ലാതെ ഉണ്ടാകുന്ന ഉത്കണ്ഠകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ആ ദിവ്യരൂപത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഉറക്കെ നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.